സത്യാന്വേഷികളായ 12 ചെറുപ്പക്കാർ ഒരു ഗുരുവിൻ്റെ സമീപത്തു ചെന്ന് ശിഷ്യന്മാരായി സ്വീകരിക്കണം എന്ന് അദ്ദേഹത്തോട് അപേക്ഷിച്ചു. ഗുരുനാഥൻ എല്ലാവരോടും ആരും കാണാത്ത ഒരു പൂ പറിച്ചു കൊണ്ടുവരൂ എന്ന് പറഞ്ഞു. എല്ലാവരും കാട്ടിലേക്ക് പോയി. പലതരം പൂക്കളുമായി 11 പേരും തിരിച്ചു വന്നു. എന്നാൽ ഒരാൾ മാത്രം വെറും കൈയുമായി വന്നു. കാട്ടിൽ ഇത്രയധികം പൂക്കളുണ്ടായിരുന്നു, എന്നിട്ടും നിനക്ക് മാത്രം എന്താണ് ആരും കാണാത്ത പൂവ് കിട്ടാത്തത്? ഗുരുനാഥൻ അവനോട് ചോദിച്ചു. ഞാൻ കാടാകെ തിരഞ്ഞു നടന്നു. ദൈവത്തിൻ്റെ ദൃഷ്ടി പതിയാത്ത ഒരു പൂ കണ്ടെത്താൻ എനിക്ക് കഴിഞ്ഞില്ല ഗുരു. അയാൾ മറുപടി പറഞ്ഞു. ആ ഗുരുനാഥൻ 11 പേരെയും പറഞ്ഞയച്ചു. ആ ഒരാളെ ശിഷ്യനായി സ്വീകരിക്കുകയും ചെയ്തു. പ്രണവപ്രകാശത്തിൻ്റെ പുതിയ ഒരു അധ്യായത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഐംകാരാംബുജകർണികോജ്വലമഹദ് രത്നാസനേ സംസ്ഥിതാം സിഞ്ചന്തീമമൃതദ്രവൈ ശശിശിലാസ്പഷ്ടാഭിരാമപ്രഭാം തേജോഭിർജഗദംബയേ ഭുവി ഭജന്ത്യാപീനതുംഗസ്ഥനീം തേഷാമാനനപങ്കജേ നിവസതേ വാണീ സുധാസ്യന്ദിനീ. ഐംകാരാംബുജകർണികോജ്വലമഹദ് രത്നാസനേ സംസ്ഥിതാം. ഐം എന്ന അക്ഷരമാകുന്ന താമരപ്പൂവിൻ്റെ മധ്യഭാഗത്ത് പ്രകാശിക്കുന്ന ഉത്തമമായ രത്നസിംഹാസനത്തിൽ എഴുന്നള്ളിയിരിക്കുന്ന ദേവി. ഐം വാഗ്ഭവ ബീജമാണ്. അമ്മയുടെ സരസ്വതി ഭാവമാണ് ഇവിടെ സൂചിതമായിട്ടുള്ളത്. സിഞ്ചന്തീം അമൃതദ്രവൈഃ ശശിശിലാസ്പഷ്ടാഭിരാമപ്രഭാം. ചന്ദ്രകാന്തക്കല്ലുപോലെ നിർമ്മലവും മനോഹരവുമായ പ്രഭയോടുകൂടിയ ദേവി ഭക്തരിൽ അമൃതവർഷം ചൊരിയുന്നു. തേജോഭിർജഗദംബ യേ ഭുവി ഭജന്ത്യാപീനതുംഗസ്ഥനീം. അനന്തമായ തേജസ്സോടുകൂടിയ സൗന്ദര്യവതിയായ ആ ജഗദംബികയെ ഭൂമിയിൽ ആരാണോ ഭജിക്കുന്നത്, തേഷാം ആനനപങ്കജേ നിവസതേ വാണീ സുധാസ്യന്ദിനീ. അങ്ങനെയുള്ള ഭക്തന്മാരുടെ മുഖകമലത്തിൽ അമൃതുപോലെ സരസ്വതി ദേവി വസിക്കുന്നു. ഐം എന്ന ബീജാക്ഷരമാകുന്ന താമരപ്പൂവിൻ്റെ നടുക്കായിട്ട് രത്നസിംഹാസനത്തിലിരിക്കുന്ന എൻ്റെ അമ്മ ചന്ദ്രനെപ്പോലെ നിർമ്മലമായ പ്രഭയുള്ള ദേവിയാണ്. കാരുണ്യത്തിൻ്റെ അമൃതവർഷം ചൊരിയുന്ന അമ്മയെ ആരൊക്കെയാണോ ഭജിക്കുന്നത്, അവരുടെ മുഖമാകുന്ന താമരയിൽ അമൃത തുളുമ്പുന്ന വാക്കുകളായി സരസ്വതി ദേവി എപ്പോഴും കുടികൊള്ളും. അവർക്ക് അസാധ്യമായ വാക്ചാതുര്യം വിദ്യയും സിദ്ധിക്കും എന്നാണ് അർത്ഥം. ഓം ശ്രീലളിതാംബികായൈ നമഃ. ഓം. കൈവല്യപദം പ്രദാനം ചെയ്യുന്ന ദേവി എന്നാണ് കൈവല്യ പദദായിനി എന്ന മന്ത്രത്തിൻ്റെ അർത്ഥം. ലളിതാ സഹസ്രനാമത്തിൽ 625 മന്ത്രമാണ് കൈവല്യ പദദായിനി. മുക്തിയുടെ 5ാമത്തെ പദവിയാണ് കൈവല്യം. സാലോക്യം, സാമീപ്യം, സാരൂപ്യം, സായുജ്യം എന്നിവയാണ് മറ്റ് 4 പദവികൾ. സാലോക്യം എന്നാൽ എന്താണെന്ന് പറയാം. പൂജ, കീർത്തനം, വിഗ്രഹാരാധന തുടങ്ങിയവ കൊണ്ട് ഇഷ്ടമുള്ള ദേവതയെ ഭജിക്കുകയും അങ്ങനെ ആ ദേവതയുടെ പ്രീതി നേടുകയും ചെയ്യുന്നു. ഉദാഹരണമായി വിഷ്ണുവിനെ ആരാധിക്കുന്നു, ശിവനെ ആരാധിക്കുന്നു. വിഷ്ണുവിനെ ആരാധിക്കുന്നവർ വിഷ്ണുവിൻ്റെ വൈകുണ്ഠലോകത്തിലും ശിവനെ ആരാധിക്കുന്നവർ ശിവലോകമായ കൈലാസത്തിലും എത്തിച്ചേരുന്നു. അങ്ങനെ ഏത് ദേവതയെയാണോ പൂജിക്കുകയും ആരാധിക്കുകയും എല്ലാം ചെയ്യുന്നത്, ആ ദേവതയുടെ ലോകത്തിലാവും എത്തിച്ചേരുക. പുണ്യം തീരുന്നതുവരെ അവിടെ വസിച്ചതിന് ശേഷം മനുഷ്യലോകത്തിൽ വീണ്ടും ജന്മമെടുക്കുകയും ചെയ്യും. അടുത്തതാണ് സാമീപ്യം. വിഗ്രഹങ്ങൾ ഇല്ലാതെ ഇഷ്ടദേവതയെ മനസ്സിൽ ആരാധിക്കുക. സ്തോത്രങ്ങളും മറ്റും പാരായണം ചെയ്യുകയും പ്രവചനങ്ങൾ നടത്തുകയും ഒക്കെ ചെയ്യുന്നു.
അങ്ങനെയുള്ള കർമ്മങ്ങൾ കൊണ്ട് ജീവിതം നയിച്ച് അതിൻ്റെ ഫലമായി ആ ദേവതയുടെ ലോകത്തിൽ എത്തിച്ചേരുന്നു. അങ്ങനെ ആ ദേവതയെ സേവിച്ചുകൊണ്ടിരിക്കുന്നു. അതിനെയാണ് സാമീപ്യം എന്ന് പറയുന്നത്. ഉദാഹരണമായി വിഷ്ണു ലോകത്തിൽ വിഷ്ണുവിനെ സേവിച്ചുകൊണ്ട് വസിക്കുക, ശിവനെ ഭജിക്കുന്നവർ ശിവലോകത്തിൽ ഭഗവാനെ സേവിച്ചുകൊണ്ടും വസിക്കുന്നു. അടുത്തതാണ് സാരൂപ്യം. വിഗ്രഹമൊന്നുമില്ലാതെ മനസ്സിൽ ഏതെങ്കിലും ഒരു രൂപത്തിൽ ദേവതയെ എപ്പോഴും ധ്യാനിച്ചുകൊണ്ട് ആ ദേവതയുടെ രൂപം തന്നെയായിത്തീരുന്നു. ഉദാഹരണമായി വിഷ്ണുവിനെ ആരാധിക്കുന്നവർ വിഷ്ണുവിൻ്റെ രൂപത്തിലും ശിവനെ ഇപ്രകാരം ആരാധിക്കുന്നവർ ശിവൻ്റെ രൂപത്തിലുമായി തീരുന്നു എന്ന് അർത്ഥം. അടുത്തതാണ് സായുജ്യം. ഇവിടെ സ്വന്തം ശരീരത്തിൽ കുടികൊള്ളുന്ന ആത്മാവിനെ സ്വന്തം ഇഷ്ടദേവതയായി കരുതി ജീവിതം നയിക്കുന്നു. അങ്ങനെ ആ ദേവത തന്നെയായി മാറുകയും ചെയ്യുന്നു. ഇവ നാലും താൽക്കാലികമായ ഫലമാണ് നൽകുന്നത്. എന്നാൽ കൈവല്യം എന്ന മോക്ഷപ്രാപ്തി നൽകുന്നത് അമ്മ മാത്രമാണ്. ഒരു ഉപാധികളുമില്ലാത്ത ബ്രഹ്മതത്വമാകുന്ന മോക്ഷപദമാണ് അമ്മ നൽകുന്നത്. അതുകൊണ്ടാണ് കൈവല്യപദദായിനി എന്ന് വാഗ്ദേവതകൾ വാഴ്ത്തുന്നത്. ജീവിതകാലത്ത് അമ്മ ഭക്തർക്ക് ആഗ്രഹിക്കുന്നവ എല്ലാ ഭൗതിക സുഖഭോഗങ്ങളെല്ലാം നൽകും. അവസാനം മോക്ഷവും, അതായത് കൈവല്യവും നൽകുന്നു. അതുകൊണ്ടാണ് അമ്മ കൈവല്യപദദായിനിയാകുന്നത്. ഓം കൈവല്യപദദായിന്യൈ നമഃ. ഓം ഹ്രീം കൈവല്യപദദായിന്യൈ നമഃ. സമസ്ത ആഗ്രഹങ്ങളും സാധ്യമാകുന്നതിന് ഉത്തമമായ ഒരു മന്ത്രമാണിത്. ആഗ്രഹിക്കുന്ന മാത്രയിൽ കാര്യസാധ്യം എന്ന ഫലമാണ് ഈ മന്ത്രം ജപിക്കുന്നവർക്ക് കിട്ടുന്നത്. അമ്മയുടെ അതിദിവ്യമായ രൂപം മനസ്സിൽ ധ്യാനിക്കുക. ഈ മന്ത്രം എണ്ണം നോക്കാതെ ഇഷ്ടമുള്ളപ്പോഴൊക്കെ ജപിക്കുക. എല്ലാ ഐശ്വര്യങ്ങളും നൽകി എല്ലാവരെയും അമ്മ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് അമ്മയുടെ പാദാരവിന്ദങ്ങളിൽ സാഷ്ടാംഗ പ്രണാമങ്ങളോടെ നിർത്തുന്നു. നന്ദി, നമസ്കാരം.